സൈപ്രസിന്റെ വിമാനത്താവളങ്ങളോ സൈനിക താവളങ്ങളോ ഉപയോഗിച്ചുകൊണ്ട് ലെബനനു നേരെ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയാൽ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായ ദ്വീപ് രാഷ്ട്രത്തിന് തിരിച്ചടി നേരിടേണ്ടി വരും. പ്രതിരോധത്തിന്റെ ഭാഗമായി ഞങ്ങൾ അവരെ ആക്രമിക്കും. ശക്തവും ഉറച്ചതുമായ സ്വരത്തിൽ ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രുള്ള സൈപ്രസ് ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകിയത് ഇപ്രകാരമാണ്. തെക്കൻ ലെബനനിന് സമാനമായ ഭൂപ്രദേശത്ത് സൈപ്രസിൽ ഇസ്രായേൽ സൈനികാഭ്യാസം നടത്തുന്നതായി സംഘത്തിന് വിവരം ലഭിച്ചെന്നും നസ്രുള്ള അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇത് ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണെന്ന് വിശദമാക്കിയ സൈപ്രസ് ഹിസ്ബുള്ളയുടെ മുന്നറിയിപ്പിന് മുന്നിൽ ഒന്ന് വിറച്ചുവെന്ന് തന്നെ നിസ്സംശയം പറയാം. സൈപ്രസ് നേതൃത്വത്തിന്റെ പ്രതികരണങ്ങളിലുണ്ട് ഭയപ്പാടിന്റെ ചില സൂചനകൾ. സൈപ്രസ് ഒരു സൈനിക സംഘടനത്തിലും ഉൾപ്പെടുകയുമില്ല എന്നാണ് സൈപ്രസ് പ്രതിനിധി കോൺസ്റ്റാന്റിനോസ് ലെറ്റിംബിയോട്ടിസ് വ്യാഴാഴ്ച സ്റ്റേറ്റ് റേഡിയോയോട് പറഞ്ഞത്. ഹസൻ നസ്രുള്ളയുടെ അഭിപ്രായങ്ങൾ ആഹ്ലാദകരമല്ല എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം ആവശ്യമായ എല്ലാ നയതന്ത്ര നടപടികളും സ്വീകരിക്കുമെന്നും വിശദമാക്കുന്നു. കഴിഞ്ഞ ഒരു ദശകത്തിനിടെ സൈപ്രസ് ഇസ്രായേലുമായി ശക്തമായ ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ വിനോദസഞ്ചാര മേഖലയെ ശക്തിപ്പെടുത്തുന്നതിൻ്റെയും പുതിയ ഊർജ സ്രോതസ്സുകൾക്കായുള്ള പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും ഭാഗമായി സൈപ്രസ് ഇസ്രായേലുമായി സഹകരിച്ചു പോകുന്നുണ്ട്. റിപ്പബ്ലിക് ഓഫ് സൈപ്രസ് യുദ്ധത്തിൽ ഒരു തരത്തിലും ഉൾപ്പെട്ടിട്ടില്ല. ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രുള്ളയുടെ പരാമർശങ്ങളോട് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റൌഡിലിഡ്സ് പ്രതികരിച്ചത് ഇങ്ങനെയാണ്. ലെബനീസ് സൈപ്രിയറ്റ് ബന്ധം നയതന്ത്ര സഹകരണത്തിന്റെ നീണ്ട ചരിത്രത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് ലെബനൻ വിദേശകാര്യ മന്ത്രാലയവും പ്രസ്താവന ഇറക്കി. അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ആശയവിനിമയവും കൂടിയാലോചനയും ഉയർന്ന തലങ്ങളിൽ തുടരുകയും സ്ഥിരത പുലർത്തുകയും ചെയ്യുമെന്നും ലെബനൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ സൈനിക നടപടിയിൽ ഗസയിലേക്ക് കരവഴിയുള്ള ഡെലിവറികൾ തടസ്സപ്പെട്ട സാഹചര്യത്തിൽ ഫലസ്തീനികൾക്ക് നേരിട്ട് സഹായം എത്തിക്കുന്നതിനായി സൈപ്രസ് മാർച്ചിൽ ഒരു കടൽ ഇടനാഴി തുറന്നുകൊടുത്തു. ഹസൻ നസ്രുള്ളയുടെ മുന്നറിയിപ്പിന് പിന്നാലെ ലെബനനിലെ സൈപ്രിയറ്റ് എംബസി അതിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇക്കാര്യം സൂചിപ്പിക്കുന്നു. മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ ഒരു തരത്തിലും ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന നിലപാട് ആവർത്തിക്കുന്നുമുണ്ട് സൈപ്രസ് വിദേശകാര്യമന്ത്രി കോൺസ്റ്റാന്റിനോസ് കോംബോസ്. എന്നാൽ യുദ്ധസമയത്ത് ഇടയ്ക്കിടെ വ്യോമാഭ്യാസങ്ങൾ നടത്താൻ ഇസ്രായേലിന് സൈപ്രസിന്റെ വിശാലമായ വ്യോമാതിർത്തി തുറന്നുകൊടുത്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. സൈപ്രസും ലെബനൻ ഇറാൻ സർക്കാരുകളും തമ്മിലുള്ള ആശയവിനിമയത്തിനുള്ള സാധ്യതകൾ തുറന്നിട്ടുണ്ടെന്നും നയതന്ത്ര വഴികളിലൂടെ ആശയവിനിമയത്തിനുള്ള മാർഗമുണ്ടെന്നും ക്രിസ്റ്റോഡൌലിഡ്സ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. അതേസമയം സൈപ്രസിനോടുള്ള ഹസൻ നസ്രുള്ളയുടെ ഭീഷണിയെ തുടർന്ന് യൂറോപ്യൻ യൂണിയനും വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. നമ്മുടെ അംഗരാജ്യത്തിനെതിരെയുള്ള ഏത് ഭീഷണികളും യൂറോപ്യൻ യൂണിയനെതിരായ ഭീഷണികളാണെന്നാണ് യൂറോപ്യൻ യൂണിയന്റെ പ്രതികരണം. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ദ്വീപ് രാഷ്ട്രം 1960 ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നത്. എന്നാൽ 1994 വരെ സൈപ്രസ് ഇസ്രായേലിൽ എംബസി തുറന്നില്ല. 1980കളിലും 1990കളിലും തുർക്കിയുമായുള്ള ഇസ്രായേലിന്റെ അടുത്ത ബന്ധം സൈപ്രസിനെ ചൊടിപ്പിച്ചു. നയതന്ത്ര ബന്ധം വിവിധ വിഷയങ്ങളെ തുടർന്ന് വഷളായി. അറബ് ഇസ്രായേൽ സംഘർഷത്തിൽ സൈപ്രസ് അറബ് രാജ്യങ്ങളുടെ പക്ഷം ചേരുകയും ഫലസ്തീൻ രാഷ്ട്രത്വത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു. സാമ്പത്തിക പങ്കാളിത്തത്തിനായി ഇസ്രായേൽ കിഴക്കൻ മെഡിറ്ററേനിയനിലേക്ക് തിരിയാൻ തുടങ്ങിയതോടെ 1990കളുടെ അവസാനത്തിലും 2000ത്തിലും നയതന്ത്ര ബന്ധം തിരിച്ചുപിടിച്ചു. അതും ഈ മേഖലയിൽ പ്രകൃതിവാതകം കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ. പ്രാദേശിക ഭീഷണികളെ, പ്രത്യേകിച്ച് തുർക്കിയും ഇറാനുമായി ബന്ധമുള്ള ഗ്രൂപ്പുകളെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി സൈപ്രസിനെ പങ്കാളിയായി ഇസ്രായേൽ കൂടെ കൂട്ടാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഹിസ്ബുള്ളയുമായുള്ള സംഘർഷത്തിൽ തങ്ങളുടെ സൈനികരെ പരിശീലിപ്പിക്കാൻ സമീപ വർഷങ്ങളിൽ ഇസ്രായേൽ സൈപ്രസ് പ്രദേശം ഉപയോഗിച്ചു. സൈപ്രസിന്റെ ഭൂപ്രദേശം ലെബനനിന്റേതിന് സമാനമാണെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന പറഞ്ഞതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 2002 സൈപ്രസ് സേനയുമായി ചേർന്ന് IDF സംയുക്ത സൈനികാഭ്യാസം നടത്തി. ഒന്നിലധികം മുന്നണികളോട് പോരാടുന്നതിലും ലെബനനിലെ ഹിസ്ബുള്ളയെ നേരിടുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു സംയുക്ത പരിശീലനം. ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തതാകട്ടെ ഇസ്രായേൽ മാധ്യമങ്ങളാണ്.
സൈപ്രസിനെ കരുവാക്കി ലെബനണിൽ മുന്നേറ്റം കുറിക്കാമെന്ന മോഹം ഇസ്രായേലിന് ഇനി വേണ്ട. ഹസൻ നസ്രുള്ളയുടെ കയ്യൂക്കിന്റെ ഭാഷ ഇസ്രായേലിന്റെ പ്രതീക്ഷകൾക്കേറ്റ പ്രഹരമാണ്. ലെബനനെ കീഴ്മേൽ മറിക്കാമെന്ന വ്യാമോഹം ഉപേക്ഷിക്കൂവെന്ന ശക്തമായ സന്ദേശമാണ് ഇസ്രായേലിന് ഹിസ്ബുള്ളയും ഹസൻ നസ്രുള്ളയും നൽകുന്നത്.